എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇത്തിക്കര മുതൽ കൊട്ടിയം, മേവറം, അയത്തിൽ, കല്ലുംതാഴം വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കടമ്പാട്ടുകോണം മുതൽ ഇത്തിക്കര വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐകാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഇത്തിക്കര പാലത്തിൻ്റെ തെക്ക് സൈഡിൽ നിന്നാണ്. ഈയൊരു ഭാഗത്താണ് ശിവാലയ കമ്പനിയുടെ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു മിക്സിംഗ് മെഷീൻ ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇനി ആ ഭാഗത്തുള്ള വർക്കുകൾ നടത്താൻ കഴിയുകയുള്ളൂ. ഇത്തിക്കര പാലത്തിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കിടക്കുകയാണ്. പാലത്തിൻ്റെ വടക്ക് സൈഡിലുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. തെക്ക് സൈഡിലെ റോഡ് കൂടി നിർമ്മിച്ച് കഴിഞ്ഞാൽ ഇതും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാവുന്നതാണ്. പഴയ പാലത്തിനോട് ചേർന്ന് പുതിയ പാലം 6 വരിയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഫുട്പാത്തും നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുകയില്ല. പഴയ ഇത്തിക്കര പാലം നിലനിർത്തുകയാണെങ്കിൽ സർവീസ് റോഡായി ഉപയോഗിക്കാവുന്നതാണ്. പാലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് പുതുതായി നിർമ്മിക്കുന്ന അടിപ്പാത. വളരെ ചെറിയൊരു അടിപ്പാതയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി മുകളിലായി മണ്ണ് കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട്. ഇനി നേരെ മൈലക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. മൈലക്കാട് നേരത്തെ നിർമ്മിച്ച ഫ്ലൈ ഓവറിൻ്റെ തെക്ക് ഭാഗത്താണ് ഇപ്പോൾ പൈലിംഗ് വർക്കിനാവശ്യമായിട്ടുള്ള പൈൽ ഗേജുകളൊക്കെ നിർമ്മിക്കുന്നത്. തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ചുകൂടി ചെയ്യാനുണ്ട്. നേരത്തെ പൊളിഞ്ഞു പോയിട്ടുള്ള ആ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കുറച്ചും കൂടെ വലിയ കൾവർട്ടാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുതായി 3 സ്ഥലത്താണ് വയോഡക്റ്റുകൾ നിർമ്മിക്കുന്നത്. മൈലക്കാടും മേവറത്തും കടവൂരുമാണ്. നിലവിലുള്ള ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡിലായി, അതായത് കൊട്ടിയം ഡയറക്ഷനിലേക്ക് 120 മീറ്റർ നീളത്തിലാണ് പുതുതായി നിർമ്മിക്കുന്നത്. ഇപ്പോൾ പൈലിംഗ് വർക്കുകളാണ് പുരോഗമിക്കുന്നത്. പൈലിംഗ് അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പൈലിംഗ് പൂർത്തിയായ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഈ ഒരു അവസാന ഭാഗത്തെ പൈലിംഗ് വർക്കാണ് നടക്കുന്നത്. ഇവിടുത്തെ പൈലിംഗ് കഴിഞ്ഞിട്ടായിരിക്കും മേവറത്തും കടവൂരുമൊക്കെ പൈലിംഗ് വർക്കുകൾ ആരംഭിക്കാൻ സാധ്യത. ആ ഒരു പെട്രോൾ പമ്പിൻ്റെ ഭാഗം വരെയായിരിക്കും പുതുതായിട്ടുള്ള വയാഡക്റ്റ് വരിക. ഓരോ ഗർഡറിനും ഏകദേശം 25 മുതൽ 30 മീറ്ററാണ് നീളം വരുന്നത്. ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഗർഡറിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും തുടങ്ങിയിട്ടുണ്ട്. ഇനി നേരെ കൊട്ടിയം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ താൽക്കാലികമായി ഒരു ഡൈവേർഷൻ റോഡ് ചെയ്തിട്ടുണ്ട്. കൊട്ടിയത്തെ ഫ്ലൈ ഓവർ വർക്ക് പൂർത്തിയാക്കി ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇത് സിതാര ജംഗ്ഷൻ ഭാഗമാണ്. ഇവിടെയാണ് ഒരു എക്സിറ്റ് പോയിൻ്റ് നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടിയം കുണ്ടറ ഭാഗത്തൊക്കെ പോകുന്നവർക്ക് ഈ ഒരു എക്സിറ്റ് പോയിന്റിലൂടെയാണ് പോകേണ്ടത്. പല ഭാഗങ്ങളിലും ഇപ്പോൾ നെയിം ബോർഡുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഗാൻട്രി സൈൻ ബോർഡുകളൊക്കെ ഇപ്പോൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കൊട്ടിയം ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെ ലൈൻ മാർക്കിങ്ങും മറ്റും വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് പറക്കുളം ഭാഗമാണ്. ഇവിടെയാണ് ആറിവാൾ പാനൽ അല്പം ചരിഞ്ഞിരിക്കുന്ന ഭാഗം. ഇവിടുത്തെ തീരുമാനം ഒന്നും ആയിട്ടില്ല. കൊട്ടിയം കഴിഞ്ഞാൽ ഉമയനല്ലൂർ എത്തുന്നതിന് മുന്നേ ഉള്ള എൻട്രി പോയിൻറ്റിൻ്റെ ഭാഗമാണ്. ഈ ഒരു എൻട്രി പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഒരു എക്സിറ്റ് പോയിൻറ്റും വരുന്നത്. ഈ ഒരു സ്ട്രെച്ചിൽ ആദ്യം വർക്ക് പൂർത്തിയാക്കിയ അണ്ടർപാസാണ് ഉമയനല്ലൂർ വരുന്നത്. വളരെ ചെറിയൊരു അടിപ്പാതയാണ്. ഇപ്പോൾ അതുമൂലം ഒരുപാട് ട്രാഫിക് കൺജഷൻ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. ഉമയനല്ലൂർ കഴിഞ്ഞ് മേവറത്തിന് മുന്നേ ഉള്ള ഒരു എക്സിറ്റ് പോയിൻ്റാണ്. കൊല്ലം ടൗണിലേക്കൊക്കെ പോകേണ്ട വാഹനങ്ങളൊക്കെ ഈ ഒരു എക്സിറ്റ് പോയിൻ്റാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഒരു എക്സിറ്റ് എൻട്രി പോയിൻറ്റും വരുന്നത്. ഇപ്പോൾ മേവറം ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. മേവറത്ത് നിർമ്മിച്ച ഫ്ലൈ ഓവറിൻ്റെ 2 സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. ആ സമയത്താണ് പുതിയ രീതിയിലുള്ള വയാഡക്റ്റ് നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചത്. നിലവിൽ നിർമ്മിച്ചിരിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ 2 സൈഡിലേക്കും 80 മീറ്റർ നീളത്തിലാണ് പുതിയ വയാഡക്റ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ആറിവാൾ പാനലുകൾ പൂർണ്ണമായും മാറ്റി ഇവിടുത്തെ മണ്ണെല്ലാം നീക്കം ചെയ്യേണ്ടതുണ്ട്. കുറച്ച് പാനലുകളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്, മണ്ണും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് നടക്കുന്നില്ല. കുറച്ചുകൂടി മണ്ണ് മാറ്റിയതിന് ശേഷമായിരിക്കും പൈലിംഗ് പ്രവൃത്തികളൊക്കെ തുടങ്ങുക.
പൈലിംഗ് മെഷീനൊക്കെ ഇപ്പോൾ മൈലക്കാടാണ്. അവിടുത്തെ വർക്ക് കഴിഞ്ഞ് പിന്നെ ഇവിടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത. മേവറം കഴിഞ്ഞ് നേരെ പോകുന്നത് പാലത്തറ ഭാഗത്തേക്കാണ്. ഇവിടെയും ഒരു എൻട്രി പോയിൻറ്റും ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എക്സിറ്റ് പോയിൻറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഇത് പാലത്തറ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടത്തെയും വർക്ക് കംപ്ലീറ്റായി കിടക്കുകയാണ്. ഇനി സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ഉള്ളത്. നേരെ അയത്തിൽ ഭാഗത്തേക്കാണ് പോകുന്നത്. പാലത്തറയ്ക്കും അയത്തിനും ഇടയ്ക്കായും ഒരു എക്സിറ്റ് എൻട്രി പോയിൻ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് അയത്തിൽ അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. ഇവിടെയും വർക്കൊക്കെ കംപ്ലീറ്റായി കിടക്കുകയാണ്. ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അയത്തിൽ കഴിഞ്ഞാൽ നേരെ കല്ലുംതാഴം ഭാഗത്തേക്കാണ് പോകുന്നത്. അയത്തിനും കല്ലുംതാഴത്തിനും ഇടയ്ക്കായും ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. ഈ നേരെ കാണുന്ന അപ്രോച്ച് റോഡ് കല്ലുംതാഴം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുക. കല്ലുംതാഴം റെയിൽവേ ഓവർബ്രിഡ്ജിന് കുറുകെയായി നിർമ്മിച്ച് വെച്ചിരുന്ന സ്റ്റീലിൻ്റെ ബോസ്ട്രിങ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിയർ ഗ്യാപ്പിൻ്റെ മുകൾ ഭാഗത്തായി എത്തിച്ചിട്ടുണ്ട്. ഇനി അത് പിയർ ഗ്യാപ്പിലേക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. പാൽക്കുളങ്ങര അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായി ഒരു ചെറിയ അടിപ്പാത നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് വരെയാണ് ഇപ്പോൾ ഈ ടാറിംഗ് വർക്കുകളൊക്കെ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയി അവിടുത്തെ വർക്കുകൾ കാണാം. ഇപ്പോൾ സർവീസ് റോഡിലൂടെ അയത്തിൽ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇത് അയത്തിൽ നിർമ്മിച്ച അടിപ്പാതയുടെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ ഒരു സൈഡ്, രണ്ട് സൈഡും അടച്ചിരിക്കുകയാണ്. പ്രദേശവാസികൾക്ക് പോകാൻ മാത്രമേ കഴിയുകയുള്ളൂ. കല്ലുംതാഴത്ത് സർവീസ് റോഡുകളില്ല. മെയിൻ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ മെയിൻ റോഡ് വഴി മാത്രമേ വാഹനം പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഈ പ്രദേശമെല്ലാം പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്.
കാരണം അയത്തിലുള്ളവർക്ക് കല്ലുംതാഴെ പോകാനോ തിരിച്ചു വരാനോ യാതൊരുവിധ സൗകര്യവുമില്ല. പ്രദേശവാസികൾ പല നിവേദനങ്ങൾ കൊടുത്തെങ്കിലും ഇതുവരെയും ഇവിടെ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം ലഭിച്ചിട്ടില്ല. ഒന്നുകിൽ സർവീസ് റോഡോ അല്ലെങ്കിൽ മെയിൻ റോഡിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാനുള്ള റാമ്പ് പോലെ എന്തെങ്കിലും സംവിധാനമോ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇത് പാൽക്കുളങ്ങര അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നും കല്ലുംതാഴെ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കുള്ള കാഴ്ചയാണ്. ഇവിടെ ഇപ്പോൾ അപ്രോച്ച് റോഡ് വേണ്ടിയുള്ള ആറിവാൾ പാനലിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിക്കുകയാണ്. റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് വരെയൊന്നും ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. പഴയ റോഡൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് സർവീസ് റോഡിൻ്റെ മറു സൈഡിലെ കാഴ്ചയാണ്. ഇവിടെ അറിവാൾ പാനലിന് പകരം കംപ്ലീറ്റ് ആയിട്ടും റീറ്റെയിനിങ് വാളുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. കല്ലുംതാഴം മുതൽ കാവനാട് വരെയുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് കല്ലുംതാഴം ജംഗ്ഷൻ ഭാഗമൊക്കെ കാണിക്കാം. ഇവിടെയും വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി കടവൂരിലെ വയാഡക്റ്റിൻ്റെ നിർമ്മാണമാണ് ബാക്കിയായിട്ടുള്ളത്. മറ്റ് ഭാഗത്തെ വീഡിയോ അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.